കള്ള് കുടിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു സമയത്ത് കള്ള് കിട്ടിയില്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ട് അല്ലെ. ലഹരിക്കടിമയ ആൾക്കാർക്ക് ലഹരി ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ അവർ ടെൻഷൻ ആവും. പിന്നെ അവർ സ്വന്തം അമ്മയെയും സ്വന്തം അച്ഛനെയും ഒക്കെ കൊന്ന് പൈസ കിട്ടിയില്ലെങ്കിൽ അങ്ങനത്തെ ഒരു അഡിക്ഷനായ ആൾക്കാരുണ്ട്. അതാണ് ലഹരി എന്ന് പറഞ്ഞത്. അപ്പൊ അത് കിട്ടണം, അവർക്ക് ആ ഒരു സുഖം ആ സമയത്ത് കിട്ടില്ല. അങ്ങനെ അപ്പൊ ഞാൻ പറയട്ടെ, ഈ ലോകത്ത് വെച്ചിട്ട് ഏറ്റവും വലിയ രസമുള്ള ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു ലഹരി എന്ന് പറയുന്നത് ഇത് നിസ്കാരം. അതായത് കള്ളുകുടിയന്മാർക്ക്, ലഹരിക്ക് അടിമപ്പെട്ട ആൾക്കാർക്ക് ആ സമയത്ത് ലഹരി കിട്ടിയില്ല ഉണ്ടാകുന്ന ആ മാനസിക പിടിമുറുക്കുണ്ടല്ലോ, അതേ അതിനേക്കാൾ ഇരട്ടി പിടിമുറക്കം ഒരു 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് ഒരു ളുഹർ നിസ്കാരം നഷ്ടമായാൽ ഉണ്ടാകുന്ന ആ ഒരു പിടിമുറക്കം, അത് കള്ളുടിയന്റെ പിടിമുറക്കത്തേക്കാൾ ടെൻഷനാണ് ഈ നിസ്കാരം 1 മിനിറ്റ് അല്ല 1 വക്ത് കള്ളായി പോയാൽ ഉണ്ടാകും. അപ്പൊ അത്രയ്ക്കും ഒരു ലഹരി, അവന്റെ അഡിക്ഷൻ ആയിട്ടുണ്ട് അവന്റെ നിസ്കാരം. ഇവരുടെ 2 വ്യത്യാസം എന്ന് പറഞ്ഞാൽ, കള്ളിന് ലഹരിക്ക് അടിമയായ ഒരു വ്യക്തി അവൻ ആ ചെറിയൊരു സുഖത്തിൽ അവനെ നഷ്ടപ്പെടുത്തുന്നത് അവന്റെ ശരീരത്തിന്റെ അവൻ നശിപ്പിക്കുകയാണ് കള്ള്. അത് മാത്രമല്ല, അവന്റെ കുടുംബം നശിക്കുന്നുണ്ട്. അവൻ സ്വന്തം ഉപ്പ ഉമ്മയെ തിരിച്ചറിയുന്നില്ല, ഉമ്മാനെ തിരിച്ചറിയുന്നില്ല, സമൂഹത്തിലും നാട്ടുകാരിലും വെറുക്കപ്പെട്ടവനായി മാറുന്നു അവന്റെ ഒരു ചെറിയൊരു സുഖത്തിന് വേണ്ടി. അതാണ് കള്ളിന്റെ അഡിക്ഷനിലുള്ള ഒരു ഡേഞ്ചറസ്. പക്ഷെ നിസ്കാരം അങ്ങനെയല്ല. നിന്റെ അഡിക്ഷൻ ഉണ്ടല്ലോ ആ നിസ്കാരത്തിൽ നീ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിന്റെ മൈൻഡിനുള്ള ഒരു സുഖമല്ല, നിന്റെ ശരീരത്തിനുള്ള സുഖമല്ല. നീ നിസ്കാരത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിന്റെ റൂഹ്, നിന്റെ ആത്മാവിനുള്ള ഭക്ഷണം, ആ സുഖം, അതാണ് കൊടുക്കാനുള്ള പറഞ്ഞത്. അത് കൊടുക്കുമ്പോൾ മനസ്സിന് സമാധാനം, സന്തോഷം കിട്ടുന്നുണ്ട്. അതൊരു നേരം നമുക്ക് കിട്ടിയില്ലെങ്കിൽ ആ ആത്മാവ് പടയുന്നുണ്ട്, ആത്മാവിന് വിശക്കുന്നുണ്ട്. അപ്പൊ നീ നിസ്കരിക്കുമ്പോൾ, കള്ളായത് നിസ്കരിക്കുമ്പോൾ, എല്ലാം ഖുർആൻ ഓതുമ്പോൾ, ദിക്ർ ചൊല്ലുമ്പോൾ, അതിന് ഭക്ഷണം കിട്ടുമ്പോൾ ഒരു വല്ലാത്തൊരു സമാധാനമാണ്. ഈ ഒരു അഡിക്ഷനിൽ ആയ ആൾക്കാർ, അല്ലെങ്കിൽ നിസ്കാര ലഹരിയായി കൊണ്ടു നടക്കുന്ന ആൾക്കാർ ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവരാണ്. കള്ളിനടിമയായിപ്പെട്ട അല്ലെങ്കിൽ കള്ളെന്ന ലഹരിക്ക് അടിമയപ്പെട്ടവർ 2 ലോകത്തും പരാജയപ്പെട്ടവരാണ്. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഒരു ലഹരിയിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് നിസ്കാരം എന്ന ലഹരിയിലേക്ക്, ഇപ്പൊ റമദാൻ മാസം കൂടിയാണ്, 30 ദിവസം നിങ്ങൾ കണ്ടിന്യൂ ആയി ചെയ്യുന്നുണ്ടല്ലോ, അതിനുശേഷം നിർത്തരുത്. ഞാൻ പറയാണ്, 10 ദിവസം കൂടി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. 40 ദിവസം നിങ്ങൾ ഈ ജമാഅത്ത് ഇങ്ങനെ കൊണ്ടു നടന്നാൽ, വല്ലാഹി സത്യം, 40 ദിവസം നിങ്ങൾ ഇങ്ങനെ കൊണ്ടു നടന്നാലുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ഒരൊറ്റ നിസ്കാരം നിങ്ങൾ ജമാഅത്ത് തെറ്റിക്കില്ല. ബാക്കി ഒറ്റക്കെന്നല്ല, ജമാഅത്ത് പോലും തെറ്റിക്കില്ല. നിങ്ങൾക്ക് അതിന്റെ രുചി അറിയും, നിങ്ങൾക്ക് ആ ലഹരിന്റെ രുചി അറിയും. ഇതായിരുന്നു യഥാർത്ഥ സമാധാനം, ഇതായിരുന്നു യഥാർത്ഥ സന്തോഷം എന്ന് നിങ്ങൾക്ക് അറിയും. അതുകൊണ്ട് റമദാനിന്റെ പിറ്റേ ദിവസം തന്നെ നിസ്കാരം ഉപേക്ഷിച്ച് രാവിലെ കിടന്നുറങ്ങുന്നവർ നമ്മൾ ആകരുത്. ഒരു 10 ദിവസം കൂടി നിങ്ങൾ അത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ചങ്ങലിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ പിടിച്ചെടുക്കും. നിങ്ങൾ എണീറ്റ്, ഞാനില്ല, നിനക്ക് ഞാൻ നിന്റെ ചങ്ങായാവാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ 30 ദിവസത്തെ പ്രാക്ടീസ് ആ 10 ദിവസം കൂടി നിങ്ങൾ അങ്ങനെ കണ്ടിന്യൂസ് ചെയ്താൽ വല്ലാഹി സത്യം, നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി, അതായത് ഏറ്റവും വലിയ സമാധാനം, നിസ്കാരം എന്ന ആ ഒരു മരുന്നോട് കൂടിയായിരിക്കും നിങ്ങൾ ജീവിക്കുക. ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. അപ്പൊ അതാണ്, നിസ്കാരത്തിലാണ് സന്തോഷമുള്ള, നിസ്കാരത്തിലാണ് സമാധാനമുള്ളത്. ഇൻഷാ അല്ലാഹ്.